രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ സ്ത്രീ പീഡനങ്ങളെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയാണ്. പക്ഷേ ക്രൈംബ്രാഞ്ച് ഒരിടത്തും എത്തിയിട്ടില്ല. സ്ത്രീകൾ ഒരൊറ്റ പരാതിയും നൽകിയിട്ടില്ല ക്രൈംബ്രാഞ്ചിന്. മൊഴികളുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾ മാധ്യമങ്ങളിൽ നടത്തിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ തപ്പിത്തടയുകയാണ് ക്രൈംബ്രാഞ്ച്. മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസെടുത്താൽ അത് കോടതിയിൽ എത്തുമ്പോൾ ദുർബലമായി മാറും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം ആരോപണം ഉന്നയിച്ച മോഡലും നടിയും മുൻ പത്രപ്രവർത്തകയുമായ റിനിയും ട്രാൻസ് വുമൺ അവന്തികയും ഒന്നും പരാതി എഴുതി നൽകിയിട്ടില്ല ഇതുവരെ. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്ന് പറയുന്ന ബാംഗ്ലൂരിലെ യുവതിയും പരാതിയുമായി മുന്നോട്ട് വന്നിട്ടില്ല. ഇവിടെയാണ് ക്രൈംബ്രാഞ്ചിന് അടി പതറുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് ക്ലീൻ ചിറ്റ് നൽകാനാണ് സാധ്യത. കാരണം അല്ലാതെ ഇവിടെയൊക്കെ പീഡനം നടത്തി 10 പേർ പീഡന പരാതിയുമായി വന്നെങ്കിലും ആ 10 പേരും കാണാമറയത്ത് നിൽക്കുകയാണ്. അവരാരും പീഡന പരാതി റിട്ടേണായി എഴുതി കൊടുത്തിട്ടില്ല ക്രൈംബ്രാഞ്ചിനും പോലീസിനും ഒക്കെ. ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്കോർ ചെയ്ത് നിൽക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡന പരാതി അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം ഇരുട്ടിൽ തപ്പുന്നതും ഇവിടെ തന്നെയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രമാത്രം സ്ത്രീകളെ പീഡിപ്പിച്ചു, എന്തുമാത്രം സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നതിനെക്കുറിച്ചൊന്നും കൃത്യമായ ഒരു സൂചന, കൃത്യമായ ഒരു ദിശാബോധം ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടില്ല. ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ക്ലീൻ ചിറ്റ് കൊടുക്കാനുള്ള സാധ്യത ഏറുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് ക്ലീൻ ചിറ്റ് നൽകിക്കഴിഞ്ഞാൽ അത് രാഷ്ട്രീയപരമായി ഏറ്റവും കൂടുതൽ അടിയേൽക്കുന്നത് BJPക്കും CPMനുമാണ്. BJPയും CPMും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ പ്രചരണമാണ് നടത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് കാലുകുത്തിക്കില്ല എന്ന അതിര് കവിഞ്ഞ ഒരു പ്രഖ്യാപനവും BJP നടത്തി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ CPMും ഒട്ടും പിറകിലായിരുന്നില്ല. പക്ഷേ CPM സർക്കാർ തന്നെ നിയോഗിച്ചിരിക്കുന്ന അന്വേഷണം പിണറായി വിജയൻ്റെ ഓഫീസ് തന്നെ നേരിട്ട് നിയോഗിച്ചിരിക്കുന്ന അന്വേഷണം ഒരിടത്തും എത്താതെ പോകുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ മൈലേജായി മാറുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തുകൊണ്ട് ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് റിനിയും ട്രാൻസ് വുമൺ അവന്തികയും കൊടുത്തില്ല? ഗർഭചിത്രം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിർബന്ധത്താൽ നടത്തി എന്ന് പറയുന്ന യുവതി എന്തുകൊണ്ട് ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുത്തില്ല? ഇതൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം. രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തതിൽ രാഹുൽ ഫാൻസ് അസ്വസ്ഥരാണ്. രാഹുൽ ഷാഫി ഫാൻസ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രധാന ഘടകമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ചേർന്നാണ് കോൺഗ്രസിൻ്റെ ഒരു വിഭാഗത്തെ നിയന്ത്രിക്കുന്നത്. അവരുടെ നേതാവ് BD സതീശനുമാണ്. BD സതീശൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയുന്ന സിറ്റുവേഷൻ വന്നു. പക്ഷേ എവിടെ തെളിവ്? അതാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടവർ ചോദിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ CPM ഭരണകക്ഷിയും LDF സർക്കാർ ക്രൂശിക്കുകയായിരുന്നു എന്ന ആരോപണം രാഹുൽ ഫാൻസുകാർ ഉയർത്തുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ ക്രൂശിച്ചുകൊണ്ട് കോൺഗ്രസിനെ തകർക്കാനാണ് LDF സർക്കാർ ശ്രമിക്കുന്നത് എന്ന ആരോപണവും ശക്തമാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ക്ലീൻ ചിറ്റ് നൽകാനാണ് സാധ്യത കൂടുതൽ. കാരണം ആരും ആ പരാതി ഏറ്റ് പറയുന്നില്ല. ആരും ഓരോ യുവതിയും തങ്ങളെ പീഡിപ്പിച്ചു എന്ന പരാതി ക്രൈംബ്രാഞ്ചിന് ഇതുവരെ നൽകിയിട്ടില്ല. ട്രാൻസ് വുമൺ അവന്തികയൊക്കെ മാധ്യമങ്ങളുടെ മുമ്പിൽ ഡയലോഗ് അടിച്ചതല്ലാതെ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഡയലോഗ് അടിക്കുന്നില്ല. റിനിയുടെ കാര്യവും അങ്ങനെ തന്നെ. അന്വേഷണം തുടങ്ങി വെച്ചത് റിനിയുടെ വെളിപ്പെടുത്തലോട് കൂടിയാണ്. പക്ഷേ തുടർന്നുള്ള അന്വേഷണത്തിന് റിനി തയ്യാറല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ക്ലീൻ ചിറ്റ് നേടി രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു വരുമെങ്കിൽ അത് LDFന് ഇലക്ഷന് വലിയ തിരിച്ചടിയായി മാറും. അതല്ല, ഈ പീഡിപ്പിച്ചവരിൽ ആരെങ്കിലും പരാതി നൽകുന്നുണ്ടെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടിയായി മാറും. അതുവഴി UDFനും തിരിച്ചടിയായി മാറും.